ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ. സോ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളെല്ലാം വെയിറ്റ് ചെയ്ത നമ്മുടെ ലാലേട്ടൻ്റെ കന്നി സംവിധാനം ബറോസ് എന്ന് പറയുന്ന സിനിമയെ പറ്റിയുള്ള ഞങ്ങളുടെ അഭിപ്രായം പറയാനാണ്. സോ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ ഞങ്ങൾ കയറി. ആൾക്കാർ വളരെ കുറവായിരുന്നു. ക്രിസ്മസ് ആയതുകൊണ്ടായിരിക്കാം ആൾക്കാർ വളരെ കുറവായിരുന്നു. പിന്നെ അത് മാത്രമല്ല, ലാലേട്ടൻ തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്, കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള പടമാണ്. വലിയവരാരും കയറി വന്നിട്ട് എന്നെ ഒന്നും പറഞ്ഞിട്ട് പുള്ളി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എങ്കിലും നമ്മുടെ ലാലേട്ടന്റെ പടം നമ്മൾ കയറി വിജയിപ്പിക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് നമ്മൾ പോയി കണ്ടതാണ്. അതുമല്ല, ലാലേട്ടൻ ആദ്യമായിട്ട് സംവിധാനം ചെയ്ത പടമാണ്. അപ്പൊ അതിനകത്ത് ഉള്ള ഒരു മാജിക് കാണാനാണ് നമ്മൾ കയറിയത്. എന്തായാലും അതിനെപ്പറ്റി പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. തുടക്കം തന്നെ പറയാനാണെങ്കിൽ, ഒരു 3Dക്ക് വേണ്ടി പ്രത്യേകം, അല്ലാതെ ഇപ്പൊ ARM ഒക്കെ 3D പടമായിരുന്നു, പക്ഷെ അതുപോലെ ഒരു പടം ഷൂട്ട് ചെയ്തതിന് ശേഷം 3D ആക്കിയതില്ല. 3D എന്ന രീതിയിൽ തന്നെ പടം എടുത്തിട്ടുള്ളതാണ്. സോ അതിനുവേണ്ടി ലാലേട്ടൻ കുറേ നാളുകളായിട്ട് ഇതിനു വേണ്ടിയുള്ള കഷ്ടപ്പാടുകളായിരുന്നു. അപ്പോൾ സിനിമയുടെ കാര്യം പറയാനാണെങ്കിൽ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ളൊരു പടമാണ്, അല്ലേ? വലിയവരാരും പോയി കാണരുതെന്നല്ല, കണ്ടാൽ അതിന് നെഗറ്റീവ് കുറേ പറയും. കാരണം ഇത് എന്റർടൈൻമെന്റ് ആണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് പറയണത് എന്താ അറിയോ? പ്രായം വെച്ച് പറയാനാണെങ്കിൽ ഒരിക്കലും എന്റർടൈൻമെന്റ് അല്ല എന്ന് പറയാം. നമ്മുടെ പ്രായത്തിലുള്ളവർക്ക് നല്ല രീതിയിൽ സൈലന്റ് ആയിരുന്നു. നല്ല സൈലൻസ് ഉണ്ടായിരുന്നു തിയേറ്ററിൽ. നന്നായിട്ട് ഉറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സൈലൻസ് ഉണ്ടായിരുന്നു. കാരണം ഇതൊരു, നമ്മൾ നേരത്തെ മാർക്കോ പറഞ്ഞാൽ മാർക്കോ 18+ ആണെങ്കിൽ ഒരു 12 മൈനസ് എന്ന് പറയാം. ആ ഒരു 12 വയസ്സുള്ള കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന ഒരു പടമാണ്. ഇവനൊക്കെ കിടന്ന് ഉറക്കമായിരുന്നു. ഇവനൊക്കെ കിടന്ന് നല്ല ഉറക്കം. കാരണം 12 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് കുറെ വിഷ്വലി എൻഗേജ് ചെയ്യാൻ പറ്റിയ രീതിയിലാണ് സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. ശരിക്കും നിധി കാക്കുന്ന ആ ടാഗ്ലൈൻ പോലെ തന്നെ നിധി കാക്കുന്ന ഭൂതമാണ് ബറോസ്. അപ്പോൾ അതുപോലെ തന്നെയാണ് സിനിമ കൊണ്ടുവരിക്കുന്നത്. ഒരു ഭൂതത്തിന്റെ ക്യാരക്ടറാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്നത്. പക്ഷേ ഇതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് പക്ക കുട്ടികൾക്ക് ഒരു ആനിമേഷൻ പടത്തെക്കാളും കുറച്ചും കൂടെ ലെവൽ കുറഞ്ഞ രീതിയിൽ സാധാരണ ഒരു ആനിമേഷൻ പടങ്ങളൊക്കെ നമുക്ക് പിന്നെയും കാണാൻ പറ്റും. പക്ഷെ എന്ന് പറഞ്ഞാൽ കൊച്ചു കുട്ടികൾക്ക് കുറെ വിഷ്വലി 3D എലമെന്റ്സ് എല്ലാം കണ്ട് തിയേറ്ററിൽ വെച്ച് ആസ്വദിക്കാൻ പറ്റിയൊരു പടം. പക്ഷേ എനിക്ക് തോന്നുന്നത് എന്താ അറിയൂടാ, ലാലേട്ടൻ കുട്ടികൾക്ക് വേണ്ടി എന്ന് പറഞ്ഞാൽ എടുത്തിരിക്കുന്നത്. കുട്ടികൾക്ക് ഇപ്പൊ ഇഷ്ടപ്പെട്ട പടം ഏതൊക്കെയാ നമുക്കറിയാം. KGF, മാർക്കോ ഒക്കെ കുട്ടികൾക്ക് കാണണമെന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ KGF ഒക്കെ ഭയങ്കരമായിട്ട് കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട പടമാണ്, അല്ലെ? കൊച്ചുകുട്ടി, ഒരു 15 വയസ്സിന് മുകളിലുള്ള അല്ലെങ്കിൽ 15 വയസ്സിലുള്ള കുട്ടികൾക്കൊക്കെ KGF ഭയങ്കര ഇഷ്ടമുള്ള കാര്യം. അപ്പൊ അതേപോലുള്ള കുട്ടികൾക്ക് ഇപ്പൊ ഇത് ഏറ്റെടുക്കുമോ സംശയമാണ്. എനിക്കൊരു കാലം തെറ്റി ഇറങ്ങിയ ഒരു കുട്ടികൾക്ക് വേണ്ടിയുള്ള പാഠമാണെന്ന് എനിക്ക് തോന്നുന്നു. എടാ, നമ്മുടെ ചെറുപ്പകാലത്ത് മാജിക് എന്നൊരു പടം സെയിം മോഡലാണ് ഇത് ഇറക്കിയിരിക്കുന്നത്. മാജിക്കിനകത്ത് കുറച്ചും കൂടെ, നീ കണ്ടിട്ടില്ലടാ രാപ്പ? മാജിക് അന്നത്തെ നല്ല, എനിക്കൊന്ന് മൈഡിയ കുട്ടിച്ചാത്തം കഴിഞ്ഞ ശേഷം ഒരു 3D പടം മാജിക് ആയിരുന്നു. തിയേറ്ററിൽ പോയി കണ്ടോ കേട്ടോ. അപ്പൊ അതിൻ്റെ അകത്ത് കുറെ നൈസായിട്ടുള്ള കോമഡി ഉണ്ടായിരുന്നു. ജനാർദ്ദനൊക്കെ ആയിരുന്നു മറ്റേ വോയിസ് ഇത് കൊടുത്ത് ഡബ് ചെയ്തതൊക്കെ. പക്ഷെ ഇതിനകത്ത് അങ്ങനെയല്ല, അത്ര എൻഗേജിങ് ആയിട്ട് ഒന്നും കൊണ്ടുപോകണില്ല. ഭയങ്കരമായ ലാഗാടാ, നല്ല രീതിയിൽ ലാഗാണ്. പിന്നെ കുറെ അധികം സ്ഥലങ്ങളിലൊന്നും ഇത് വെച്ച് ഷൂട്ട് ചെയ്തിട്ടില്ല. എനിക്കൊണ്ട് ഒരു മുറിയും പിന്നെ ഗോവയിലെ കുറച്ച് സ്ഥലങ്ങൾ മാത്രമാണ് ലൊക്കേഷൻ ആയിട്ടുള്ളത്. പിന്നെ ഇതിനകത്ത് പറയാനുള്ള എന്താണ്, ക്യാമറ വർക്ക് സന്തോഷ് ശിവനാണ്. നമുക്കൊരു അനന്തഭദ്രം പോലുള്ള മാജിക് ആയിട്ടുള്ള സിനിമയായിരുന്നു. ആ സിനിമയൊക്കെ ക്യാമറ ചലിപ്പിച്ച പുള്ളിയാണ് ഇതിനകത്ത് ക്യാമറ വർക്ക് ചെയ്തിരിക്കുന്നത്. സോ അതിൻ്റെ ആയിട്ടുള്ള വിഷ്വലി മേക്കിങ്ങിൻ്റെ അകത്തുണ്ട്, നല്ല ഇതുണ്ട്. പക്ഷേ ഞാൻ പറയില്ലേ, ഇത് കുറേ അധികം റിവ്യൂവേഴ്സ് നെഗറ്റീവ് പറയാൻ പോകുന്ന ഒരു പടമാണ് ബറോസ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ നമ്മളിപ്പോൾ പറയണത് എന്താ, നമ്മുടെ അഭിപ്രായം, നമ്മുടെ രീതിയിൽ സിനിമ കണ്ടിട്ട് പറയുന്ന അഭിപ്രായമാണ് എല്ലാവരും റിവ്യൂ ആയിട്ടിടുന്നത്. അപ്പം അതേപോലെ ഇനിയുള്ള ഓരോ റിവ്യൂവേഴ്സും അവരുടെ അഭിപ്രായം പറയാം. ചിലപ്പോൾ ചിലവർ അതിൻ്റെ കാര്യം ഉൾക്കൊണ്ടുകൊണ്ട് ചിലപ്പോൾ പറയാം. അല്ലാത്തവർ പറയാൻ പോകുന്നത് ഇത് വളരെ ബോറിംഗ് ആയൊരു പടമായിരുന്നു, കൊള്ളത്തില്ല, മോശമാണ്, അങ്ങനെയാണ് ഇങ്ങനെ എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, കുട്ടികൾക്ക് ഇപ്പം ഞാൻ പറഞ്ഞ, നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടെങ്കിൽ, ഒരു 10 വയസ്സ് താഴെയുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെയും കൊണ്ട് തിയേറ്ററിൽ പോയി സമാധാനത്തോടെ നിന്ന് കാണാം. പിന്നെ നിങ്ങൾ കൂടെ ഉള്ളവർ, എന്തായാലും കുട്ടികളെ ഒറ്റയ്ക്ക് വിടാൻ പറ്റത്തില്ലല്ലോ, അപ്പൊ കൂടെ ഉള്ളവർ പോപ്കോണൊക്കെ കഴിച്ച് അവരുടെ കൂടെ ഇരുന്ന് കാണുക. അത്രേ ഉള്ളൂ. അങ്ങനെ ഒരു ചെറിയൊരു പടം. അല്ലാതെ ക്രിസ്മസ് ബറോസ് തൂക്കിയോ എന്നൊക്കെ ചോദിച്ചിപ്പോ ഇനിയിപ്പോ വരും. സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ അടിപൊളിയായിട്ടുണ്ട്.
ചെറിയ കഥ മാന്യമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്. ഒരു ബാലരമയിലെ കഥ പോലെ അല്ലേടാ. ഒരു ക്രിട്ടിസൈസ് ഒന്നും പറഞ്ഞിട്ട് ക്രിട്ടിസൈസ് ഇല്ല ഇതിനകത്ത്, പറഞ്ഞിട്ട് കാര്യമില്ല. എന്ന് പറയാൻ നമുക്ക് ഇഷ്ടപ്പെട്ടത് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയാൻ പറ്റും. കാരണം നമ്മുടെ പ്രായം ഇതാണ്. നമുക്ക് ഭയങ്കരമായ ബോറിംഗ് തോന്നി, നല്ല രീതിയിൽ ബോറിംഗ് അനുഭവപ്പെട്ടു. പിന്നെ പാട്ടൊക്കെ പാടിയിരിക്കുന്ന ലാലേട്ടൻ തന്നെയാണ്. ലാലേട്ടൻ സംവിധാനം, ലാലേട്ടൻ പാട്ട് പാടിയിട്ടുണ്ട്. പിന്നെ ശരിക്കും ഒരു ഇന്റർനാഷണൽ ടച്ച് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ ടച്ച് എന്ന് പറയാൻ എനിക്ക് തോന്നിയത് ഇന്റർനാഷണൽ ആയിട്ടുള്ള എല്ലാവരും അഭിനയിച്ചു. എല്ലാവരും വിദേശീയരാണ് അഭിനയിച്ചിരിക്കുന്നത്. വളരെ ചുരുക്കം 1-2 പേര് മാത്രമേ ഉള്ളൂ മലയാളികൾ. അപ്പൊ അത് മാത്രമേ ഇന്റർനാഷണൽ ആയിട്ട് തോന്നിയിട്ടുള്ളൂ. പിന്നെ പോസിറ്റീവ് പറയാനായിട്ട് ഇഷ്ടംപോലെ ആൾക്കാർ കാണും പറയാനായിട്ട് ഇതിന്റെ പോസിറ്റീവ്. പക്ഷേ നമുക്ക് അധികം പോസിറ്റീവ് പറയാനായിട്ട് തോന്നിയെന്ന് വെച്ചാൽ പ്രായത്തിനനുസരിച്ച് പോസിറ്റീവ് ഒന്നും ഇല്ല, കുട്ടികൾക്ക് പറ്റും, കുട്ടികൾക്ക് കാണാൻ പറ്റും, എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പൊ മോഹൻലാൽ ഫാൻസ് ആയ ആൾക്കാരൊക്കെ ഇത് പോയി കണ്ടാലും അവർക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പ്രായം ഒരു ഘടകമാണ് ഈ സിനിമ കാണാൻ. ഒരു 10 വയസ്സ് താഴെയുള്ള കുട്ടികളുടെ കൂടെ നിങ്ങൾക്ക് പോയി അവരെ സന്തോഷിപ്പിക്കാം. കൊച്ചു കുട്ടികൾക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാം, ചിത്രശലഭങ്ങൾ പറക്കുന്നു, പിന്നെന്താണ് ഇങ്ങനെ തെറിച്ചു വരുന്നു, കല്ല് തെറിച്ചു വരുന്നു. അതൊക്കെ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. അത് അടിപൊളിയായിട്ട് ആ 3D എലമെന്റ്സ് നന്നായിട്ട് കണക്ട് ചെയ്യും. സാധാരണ 3D കാണുന്ന പോലെ എല്ലാം 3D എഫക്റ്റ് നമുക്ക് ഇവിടെ കിട്ടും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഇത് പ്രായം ഒരു ഘടകമാണ്. അതുകൊണ്ട് നെഗറ്റീവ് എന്ന് പറഞ്ഞിപ്പോൾ ഇതിന് നെഗറ്റീവ് പറയാം നമുക്ക്. പക്ഷെ സാധാരണ ഒരു സിനിമ എടുത്തിട്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്യണ പോലെ ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റാത്ത കൊണ്ട് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുക. കൊച്ചു പിള്ളേരുടെ പടം. അതെ, നമുക്ക് ഒരു എന്റർടൈൻമെന്റ് അല്ലെങ്കിൽ ക്രിസ്മസിന് ഫാമിലി ആയിട്ട് പോയി കാണാൻ ആഗ്രഹിക്കുന്നവർ കാണാൻ പോകണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം മോഹൻലാൽ പടം ഇപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചാൽ മാർക്കും ഇറങ്ങിയിട്ടുണ്ട്, റൈഫിൾ ക്ലബ്ബ്. അപ്പൊ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ ഫാമിലി ആയിട്ട് കാണാനായിട്ട് പൊതുവെ താല്പര്യം കാണത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, ചൂസ് ചെയ്യണം ബാറോസായിരിക്കും. ബാറോസ് ചൂസ് ചെയ്യുമ്പോൾ പ്രശ്നം അവർക്ക് ഇഷ്ടപ്പെടത്തില്ല. 100% ഉറപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടത്തില്ല, ഫാമിലി ആയിട്ട് കണ്ട ഇഷ്ടപ്പെടത്തില്ല. അല്ല, ഫാമിലി ആയിട്ട് പോയി കണ്ട ഇഷ്ടപ്പെടത്തില്ലടാ. കാരണം എന്താ, കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവരുടെ എൻഗേജിങ് ഒന്നും ഇല്ല. അതാണ് കൊച്ചു പിള്ളേർക്കുള്ള പടം. ആ പെർസ്പെക്റ്റീവ് പോയി കാണുക, ഒന്നും തന്നെ പറയാനായിട്ടില്ല. ക്രിട്ടിസൈസത്തിന് കാര്യമില്ല, കാരണം അണ്ണന്റെ പടം അല്ലേ. അണ്ണന്റെ പടം നമ്മള് കാര്യമില്ല. ഇഷ്ടപ്പെടില്ല എന്നുള്ളത് നമുക്ക് പറയാം. നമ്മുടെ ഇത് പറയാം, നമ്മുടെ അഭിപ്രായമാണല്ലോ പറയണത്. നമുക്ക് ഇഷ്ടപ്പെട്ടില്ല പറയാലോ, അത് പറഞ്ഞു. എനിക്കിഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യം. എൻഗേജിങ് ആയിട്ട് ഒന്നും തന്നെ ഇല്ല. പിള്ളേർക്കുള്ള പടമാണ്, അണ്ണന്റെ പടം ആയതുകൊണ്ട് എല്ലാവരും പോയി കാണാൻ തന്നെ പറയും. ഓക്കെ, കാണും. അപ്പൊ എന്തായാലും മോഹൻലാൽ പടമല്ലേ, പോയി കാണുക. വിജയിപ്പിക്കാൻ പറ്റുമെങ്കിൽ വിജയിപ്പിക്കുക. അപ്പൊ ഓക്കെ, ഇത്രയേ ഉള്ളൂ. അപ്പൊ നെക്സ്റ്റ് റിവ്യൂ ആയിട്ട് ഞങ്ങൾ നെക്സ്റ്റ് വീഡിയോ കാണാം. ഓക്കെ, ബൈ.